പത്തനംതിട്ട അട്ടത്തോട്ടിൽ ഭർത്താവിനെ ഭാര്യ തലക്കടിച്ചു കൊന്നു. സുജു ടി ബാബു വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുജു, ഇതെങ്ങനെയാണ് സംഭവം? കാവ്യ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പത്തനംതിട്ട അട്ടത്തോടിൽ പടിഞ്ഞാറെ ആദിവാസി കോളനിയിൽ ഈ സംഭവം നടക്കുന്നത്. രത്നാകരനെയാണ് ഭാര്യ ശാന്ത തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. രത്നാകരനും ഭാര്യയും തമ്മിലുള്ള കുടുംബ വഴക്കിന് ഒടുവിലാണ് ഈ കമ്പ് കൊണ്ട് തലക്കടിച്ച് രത്നാകരനെ കൊലപ്പെടുത്തിയിരുന്നത്. രത്നാകരൻ മദ്യലഹരിയിലാണെന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി സംഭവം നടന്നുകൊണ്ട് തന്നെ നിലയ്ക്കൽ ആശുപത്രിയിലേക്ക് രത്നാകരനെ മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ രത്നാകരന്റെ മൃതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ഭാര്യ ശാന്തയെ പമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് തന്നെയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാവ്യ, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ? കുടുംബ വഴക്കാണ് എന്നൊരു നിഗമനത്തിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്? പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാവ്യ എത്തുന്നത്. കാരണം ഇത്തരത്തിലെ വഴക്ക് ഈ കുടുംബത്തിൽ പതിവായിരുന്നു. സമീപവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം തന്നെയാണ്. അതിൽ രത്നാകരൻ മാത്രമല്ല, ഭാര്യ ശാന്തയും ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്ന സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു വിവരമാണ് പോലീസിൽ നിന്ന് പുറത്തു വരുന്നത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഉണ്ടായ കുടുംബ വഴക്കിനിടെ പ്രകോപിതയായ ഭാര്യ ശാന്ത വളരെ പെട്ടെന്ന് കമ്പെടുത്ത് രത്നാകരന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അതൊക്കെ തന്നെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കാനാവില്ല. മദ്യലഹരിയിൽ നടത്തുന്ന കുടുംബ വഴക്കിനിടെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവമാണ്. പക്ഷെ അത് ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ശരി സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ഇരുവരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വഴക്കിനെ തുടർന്നാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട അട്ടത്തോടാണ് പടിഞ്ഞാറെ ആദിവാസി കോളനിയിലാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിച്ചത് രത്നാകരൻ, 58 വയസ്സുള്ള രത്നാകരനാണ്. ഭാര്യ ശാന്ത ഇപ്പോൾ പമ്പ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്.